ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവർക്കും നല്ല ഒരു പ്രഭാതം ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നു നമ്മൾ ധ്യാനിക്കുന്ന ദൈവവചനം പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗമാണ്. സീനായ് പർവ്വതത്തിൽ ദൈവം തൻ്റെ മഹത്വത്തോടെയും വിശുദ്ധിയോടെയും ഇറങ്ങി വരുന്ന അത്ഭുതകരമായ നിമിഷമാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവസന്നിധിയിലെത്തുവാൻ മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടണം എന്ന ആ ഒരു വലിയ സന്ദേശം ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവ തിരുസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പൊന്നു കർത്താവേ, ഈ പുതിയ പ്രഭാതത്തിനായി തമ്പുരാനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവനും ശക്തിയും പകരണമേ. ഞങ്ങളുടെ മനസ്സിനെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങളെ തമ്പുരാനെ അവിടുന്ന് ഒരുക്കണമേ. ഈ സമയം മുഴുവനും അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയ ദൈവമക്കളെ, വചനഭാഗം നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. കൈ തൊടാതെ അവനെ കല്ലെറിഞ്ഞു എയ്തോ കൊന്നുകളയണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോടിരിക്കരുത്. കാഹളം ദീർഘമായി ധ്യാനിക്കുമ്പോൾ അവർ പർവ്വതത്തിന് അടുത്തു വരട്ടെ. മോശ പർവ്വതത്തിൽ നിന്ന് ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് ജനത്തെ ശുദ്ധീകരിച്ചു. അവർ വസ്ത്രം അലക്കുകയും ചെയ്തു. അവൻ ജനത്തോട് 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കുകയും നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലരുത് എന്ന് പറഞ്ഞു. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയുമുണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽക്കുവാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്തു നിന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ വചനഭാഗത്തിൽ ദൈവം സീനായ് പർവ്വതത്തിലേക്ക് ഇറങ്ങി വരുവാൻ പോകുന്നതായി നാം കാണുന്നു. ദൈവം മോശയോട് ജനങ്ങളെ വിശുദ്ധീകരിക്കുവാൻ കൽപ്പിച്ചു. പർവ്വതത്തിന്റെ അതിർത്തി ലംഘിക്കരുത് എന്ന് ദൈവം മുന്നറിയിപ്പ് നൽകി. ഇതിലൂടെ ദൈവത്തിന്റെ വിശുദ്ധിയും മഹത്വവും എത്ര വലിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 16 മുതൽ നാം കാണുന്നത് ഇടിമിന്നൽ, കാഹളനാദം, പുക, ഇവയെല്ലാം ദൈവ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളായിരുന്നു. ഇവിടെ ഒരു വലിയ ആത്മീയ സത്യമുണ്ട്. ദൈവ സന്നിധിയിലെത്തുവാൻ മനുഷ്യൻ ആത്മീയമായി തയ്യാറാകണം. വിശുദ്ധിയില്ലാതെ ദൈവ സാന്നിധ്യത്തിന്റെ ആഴം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല. ദൈവം ഇന്നും തൻ്റെ ജനങ്ങളോട് വിശുദ്ധ ജീവിതം ആവശ്യപ്പെടുന്നു. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, എന്നാൽ ഹൃദയം ശുദ്ധമാക്കാതെ ദൈവസന്നിധിയിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം പരിശുദ്ധനാകിയാൽ
അവന്റെ സന്നിധിയിൽ എത്തുന്നവരും വിശുദ്ധിയോടെ നടക്കണമെന്നാണ്. സീനായി പർവ്വതം കുലുങ്ങിയതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നും നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഭക്തിയോടെയും വിശുദ്ധിയോടും കൂടെ സമീപിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. അങ്ങയുടെ വിശുദ്ധ സന്നിധിയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേക്ക് പ്രസാദകരമല്ലാത്ത എല്ലാം നീക്കിക്കളയണമേ. ശുദ്ധ ഹൃദയവും അനുസരണയുമുള്ള ആത്മാവും തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. ഭയത്തോടെയും ഭക്തിയോടെയും കൂടി അങ്ങേ അന്വേഷിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ. ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങയുടെ കാവലും സമാധാനവും ഞങ്ങളോടൊപ്പമുണ്ടായിരിക്കുമാറാകണമേ. രോഗികളായവരെ സൗഖ്യമാക്കണമേ. ഭാരപ്പെടുന്ന ഹൃദയങ്ങൾക്ക് കർത്താവേ ആശ്വാസം നൽകണമേ. കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.